ഒരു വർഷം മുമ്പാണ് ഇതുപോലൊരു ഏപ്രിൽ ഇതേ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം IPL പഞ്ചാബ് SRH പോരാട്ടം മുഹമ്മദ് ഷമിയുടെ കരിയറിൽ ഒരു നാണക്കേടിൻ്റെ അധ്യായം തുന്നിയിട്ടു. അന്ന് 4 ഓവർ എറിഞ്ഞ് പൂർത്തിയാക്കിയ ഷമി വിട്ടു നൽകിയത് 75 റൺസാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ രണ്ടാമത്തെ സ്പെൽ. പഞ്ചാബ് ഹൈദരാബാദിന് മുന്നിൽ 246 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമുയർത്തി. എന്നാൽ അന്ന് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ആ സ്കോർ ചേസ് ചെയ്തു. അഭിഷേക് ഫയർ മോഡിലായിരുന്നു. 141 റൺസാണ് വെറും 55 പന്തിൽ നിന്ന് അഭിഷേക് അടിച്ചെടുത്തത്. ട്രാവിസ് ഹെഡ് അർദ്ധ സെഞ്ചുറി കുറിച്ചു. 9 പന്ത് ബാക്കി നിൽക്കെ SRH IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചേസ് പൂർത്തിയാക്കി. ബാറ്റർമാർ തകർത്തടിക്കുമ്പോൾ ബോളർമാർ കണക്കിന് തല്ലുവാങ്ങി കുട്ടുന്നു എന്നതായിരുന്നു ഹൈദരാബാദ് അക്കാലത്ത് നേരിട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം. പിന്നീട് സീസണിൽ പ്ലേ ഓഫ് കാണാതെ ടീം പുറത്തായി. ഇക്കുറി മിനി ഓപ്ഷന് മുമ്പേ ഷമിയെ ഹൈദരാബാദ് വിറ്റൊഴിവാക്കുന്നുണ്ട്. പോയ സീസണിൽ ഹൈദരാബാദ് നിരയിൽ ഏറ്റവും അധികം തല്ലുവാങ്ങി കൂട്ടിയ ബോളർമാരിൽ ഒരാൾ ഷമിയായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് ആകെ 6 വിക്കറ്റാണ് ഷമിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. 11.23 ആയിരുന്നു താരത്തിന്റെ എക്കോണമി. ബോളിംഗ് ആവറേജ് ആകട്ടെ 56.16. ഷമിയെ ഒഴിവാക്കിയെങ്കിലും ഇക്കുറിയും ബോളിംഗിൽ അങ്ങനെ വലിയ ആഡിങ്ങുകളൊന്നും SRHന് നടത്താനായിട്ടില്ല. അതേസമയം ലക്നൗ ആവട്ടെ ഏറെ എക്സ്പെൻസീവായ ഒരു സീസണിന് ശേഷവും ഷമിക്കായി 10 കോടി മാറ്റിവെക്കാൻ ധൈര്യം കാണിച്ചു. അതിൻ്റെ ഫലം അവരിപ്പോൾ കൊയ്തു തുടങ്ങിയിരിക്കുന്നു. IPL ഏറ്റവും എക്സ്പ്ലോസീവായ ബാറ്റിംഗ് ലൈനപ്പാണ് സൺറൈസേഴ്സിൻ്റേത്. ഇപ്പോഴത് കടലാസിൽ മാത്രമാണെങ്കിലും ഇന്നലെ SRHന്റെ തിരുമുറ്റത്ത് വെച്ച് ഷമിയുടെ പ്രതികാര കഥ അരങ്ങേറി. എറിഞ്ഞ 1-ാം ഓവറിൽ അഭിഷേക് ശർമ്മ കൂടാരം കയറി. തുടരെ യോർക്കറുകൾ എറിഞ്ഞുകൊണ്ടിരുന്ന ഷമി പെട്ടെന്നൊരു സ്ലോവർ ബോൾ എറിയുന്നു. അതിൽ അഭിഷേകിന്റെ കഥ തീർന്നു. ആ ഓവറിൽ ആകെ പന്ത് 1 റൺസാണ്. ആദ്യ ഓവറിലെ അവസാന പന്തിലാണ് അഭിഷേകിനെ വീഴ്ത്തിയതെങ്കിൽ തൻ്റെ അടുത്ത ഓവറിലെ ആദ്യ പന്തിലാണ് ഷമി ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയത്. അതും ഒരു സ്ലോവർ ഡെലിവറി ആയിരുന്നു. 121 കിലോമീറ്റർ വേഗതയിൽ വന്ന പന്തിന് ഹെഡ് തലവെച്ച് കൊടുത്തു. ഷമി മത്സരത്തിൽ ആകെ 2 വിക്കറ്റാണ് വീഴ്ത്തിയത്. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം അയാളെ തേടിയെത്താൻ അതുമാത്രമായിരുന്നില്ല കാരണം. മത്സരത്തിൽ ഷമി എറിഞ്ഞ 24-ൽ 18 പന്തും ഡോട്ട് ബോൾസ് ആയിരുന്നു. ആകെ വിട്ടു നൽകിയത് 9 റൺസ്. ഒറ്റ ബൗണ്ടറി പോലും വഴങ്ങിയില്ല. എക്കോണമി 2.25 ആയിരുന്നു. അഭിഷേക് ശർമ്മ മുതൽ ഹെൻറിച്ച് ക്ലാസൻ വരെ നിരന്നു നിൽക്കുന്ന IPL റൈഫിൾ ക്ലബ് എന്ന വിശേഷണമുള്ള SRHനെതിരെയാണ് ഈ സ്റ്റാറ്റസുകളൊക്കെ എന്നോർക്കണം. പവർ പ്ലേയിൽ ഇന്നലെ ആകെ SRH അടിച്ചെടുത്തത് 22 റൺസാണ്. അതിനുള്ളിൽ അവരുടെ ടോപ്പ് ഓർഡർ പൊളിഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻസിന് കൃത്യമായി റീഡ് ചെയ്തുകൊണ്ടൊരു സ്പെല്ലായിരുന്നു ഷമിയുടേത്. സാഹചര്യത്തിനനുസരിച്ച് അയാൾ പേസിൽ വേരിയേഷൻസ് വരുത്തിക്കൊണ്ടിരുന്നു. സ്ലോവർ ബോളുകൾ എറിഞ്ഞ് ബിഗ് ഹീറ്റർമാരെ വീഴ്ത്തി. ഇതേ തന്ത്രം ഇന്ത്യക്കെതിരെ ലോകകപ്പിൽ പല ടീമുകളും പയറ്റി വിജയിച്ചിട്ടുണ്ട്. ലുങ്കിയങ്കിടിയുടെ വേരിയേഷൻസിനെ നേരിടാൻ ഇന്ത്യൻ ബാറ്റർമാർ ഏറെ വിയർക്കുന്നത് സൂപ്പർ 8-ൽ നമ്മൾ കണ്ടതാണ്. മത്സരശേഷം സ്ലോവർ ബോളുകൾ പരീക്ഷിക്കാൻ താനെടുത്ത തീരുമാനത്തെക്കുറിച്ച് മനസ്സ് തുറക്കുന്നുണ്ട് ഷമി. കഴിഞ്ഞ സീസണിൽ പല ബോളർമാരും എതിരാളികൾക്കെതിരെ സ്ലോവർ ബോൾ ട്രിക്ക് പയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്കും അതായിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. നന്നായി ഗൃഹപാഠം ചെയ്തു. മൈതാനത്ത് അത് നടപ്പിലാക്കി ഷമി പറഞ്ഞു വെച്ചു. പോയ വർഷം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഷമി മിന്നും പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. രഞ്ജിയിലും വിജയ് ഹസാരയിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലുമായി ആകെ വീഴ്ത്തിയത് 67 വിക്കറ്റുകളാണ്. അപ്പോഴൊക്കെ ഇന്ത്യൻ ദേശീയ ടീമിൽ നിന്ന് നിരന്തരം അദ്ദേഹം തഴയപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരാധകർക്കിടയിൽ അരങ്ങേറി. ഫിറ്റ്നസ് അടക്കം പലതും സെലക്ടർമാർ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിന് കാരണമായി പറഞ്ഞിട്ടുണ്ട്. ഫിറ്റായിരിക്കുന്നത് കൊണ്ടാണ് രഞ്ജിയിൽ ഇപ്പോഴും താൻ കളിക്കുന്നത് എന്നും അത് സെലക്ടർമാരെ അങ്ങോട്ട് വന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യം തനിക്കില്ലെന്നും ഷമി ഒരിക്കൽ തുറന്നടിച്ചു. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനമായി ഷമി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. അതിനുശേഷം ഇതുവരെ ദേശീയ കുപ്പായത്തിൽ അവസരം ലഭിച്ചില്ല. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 1 പന്ത് ബാക്കി നിൽക്കെയാണ് ലക്നൗ ജയിച്ചത്. അവസാന ഓവറിൽ ടീമിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 9 റൺസാണ്. ജയദേവ് ഉനദ്ഗഡിനെ 3 ബൗണ്ടറികൾ പായിച്ച് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ലക്നൌവിന് സീസണിലെ ആദ്യ ജയം സമ്മാനിച്ചു. 50 പന്ത് നേരിട്ട് 68 റൺസ് എടുത്ത പന്ത് പുറത്താകാതെ നിന്നു. നേരത്തെ ഹെൻറിച്ച് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും കുറിച്ച അർദ്ധ സെഞ്ചുറികളാണ് ഹൈദരാബാദിനെ വലിയ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അടക്കം 6 ബാറ്റർമാരാണ് SRH നിരയിൽ 2 അക്കം കാണാതെ പുറത്തായത്. ലക്നൌവിനായി ഓപ്പണർ എയ്ഡൻ മാർക്രം 27 പന്തിൽ 45 റൺസ് അടിച്ചെടുത്തു. മത്സരത്തിന് ശേഷം മൈതാനം ചില വൈകാരിക രംഗങ്ങൾക്കും സാക്ഷിയായി. ലക്നൗ ഉടമ സഞ്ജീവ് ഗോയങ്ക നിറ കണ്ണുകളോടെ ഋഷഭ് പന്തിനെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം ഡൽഹിയോടേറ്റ പരാജയത്തിന് ശേഷം ഗ്രൗണ്ടിലിറങ്ങി പന്തിനോട് എന്തൊക്കെയോ പറയുന്ന ഗോയങ്കയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. പണ്ട് KL രാഹുലിനോട് കയർത്ത ഗോയങ്കയുടെ ദൃശ്യങ്ങൾ ആരാധകർ ആ സമയത്ത് പൊടിതട്ടിയെടുത്തിരുന്നു.